തോമസ് ബ്രദർ കുടുംബം ഒരു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയുണ്ടായി. ദൈവസഭയിൽ കടന്നു വന്ന് ഒരു പ്രാർത്ഥനാപൂർവ്വമൊക്കെ ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതകരമേറിയ സാക്ഷ്യത്തെ നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം. അടിയങ്ങൾ ഈ ആലയത്തിൽ കടന്നു വന്നിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഈ ആലയത്തിൽ കടന്നു വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും വലിയവനായ ദൈവം അടിയങ്ങൾക്ക് നന്മയല്ലാതെ അടിയങ്ങളുടെ ജീവിതത്തിൽ ദോഷമൊന്നും ചെയ്തിട്ടില്ല. ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അടിയങ്ങളെ കുടുംബമായി വലിയവനായ ദൈവം അനുഗ്രഹിച്ചു. പലവിധമാകുന്ന എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരം അടിയങ്ങളോട് കൂടെ ഇരുന്നു. അടിയങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നന്മകൾ അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തി തരുവാനിടയായി തീർന്നു. അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകമാല് സാമ്പത്തികമായി വളരെ ഒരു പ്രയാസത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം രൂപ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു കടബാധ്യതയുണ്ടായിരുന്നു. ആ വിഷയത്തിന് മധ്യത്തിൽ അടിയങ്ങൾ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുവാനിടയായി തീർന്നു. വളരെ നിന്ദകൾ, വളരെ ഭാരം അടിയങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ പുതുവർഷത്തിൽ നമ്മുടെ ദേവദാസൻ നമുക്കന്നൊരു വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ എടുത്തു തരുവാനിടയായി തീർന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ദേവദാസൻ ഇങ്ങനെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ആ വചനങ്ങൾ വായിച്ച അടിയങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞങ്ങൾ 2 ലക്ഷത്തോളം രൂപ അടിയങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടായിരുന്നു. അത് അടിയങ്ങൾക്ക് ദുബായിലുള്ള ഒരു സാറ് അടിയങ്ങൾക്കും അത് നൽകുവാനിടയായി തീർന്നു. മിനിഞ്ഞാന്നാണ് സാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാനിടയായി തീർന്നു. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് ആ പണം അടിയങ്ങളുടെ പക്കൽ ലഭിക്കാനിടയായി തീർന്നു. ആ നിമിഷം തന്നെ അടിയനും അച്ചാച്ചനും കടന്നുപോയി. വെള്ളിയാഴ്ച തന്നെ 5 ലോണുകൾ ഞങ്ങൾക്ക് അടയ്ക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ശനിയാഴ്ച പകൽക്കാലം കടന്നുപോയി 2 ലോണുകളിലൂടെ പൂർത്തീകരിച്ച് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു കടഭാരം അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിത്തന്നു. ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും മാറ്റിത്തരുമെന്ന് ദേവദാസൻ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പറയുവാനിടയായി തീർന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് അടിയൻ അവിടെ നിന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. വളരെ നിന്ദയോടെയാണ് അടിയൻ ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും ദൈവം അടിയങ്ങളെ മാനിക്കുവാനിടയായി തീർന്നു. എനിക്ക് നന്ദിയല്ലാതെ ഒന്നുമില്ല. അവസാനത്തെ ശ്വാസം വരെയും എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി സാക്ഷി പറയുവാൻ, ദൈവത്തിന് വേണ്ടി വചനം പറയുവാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ അടിയങ്ങളെ കുടുംബമായിട്ട് ദൈവം ഒരുക്കണം. ദൈവസഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രത്യേക ദേവദാസനോടും ദൈവദാസിയോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടിയങ്ങളിവിടെ കടന്നു വന്ന നിമിഷം മുതൽ എല്ലാവരും അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. വീണ്ടും അടിയങ്ങളുടെ ചെറിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി താണിരിക്കുന്നു. ഞങ്ങൾക്ക് അയച്ചു തന്ന 2 ലക്ഷത്തിൻ്റെ PDF ഡോക്യുമെന്റ് ഇവരിവിടെ വന്ന സമയം മുതൽ ദൈവസഭയെ അനുസരിച്ച് വചനങ്ങൾ സ്വീകരിച്ച് കർത്താവിനെ സ്നേഹിച്ച് അവർ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. ഓരോ ദൂതുകളും സിസ്റ്റർ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഇവിടെ പറയുന്ന ഓരോ ദൂതുകളും വീട്ടിൽ ചെന്ന് അവർ ഓർത്തിരിക്കുകയും അവരവിടെ വെച്ച് എഴുതി വെച്ച് ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കുകയും അവരോടൊരു പ്രവചന ദൂത് പറഞ്ഞാൽ ആ ദൂത് അവരതേപടി സ്വീകരിച്ച് കർത്താവ് പറഞ്ഞ ശബ്ദം പോലെ സ്വീകരിച്ച് അവരങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഭവനം താമസിക്കുവാൻ ഒരു ഭവനം ദൈവം ഒരുക്കി കൊടുത്തു. കഴിഞ്ഞ ദിവസം അവിടുന്ന് ആ വീട്ടിൽ നിന്ന് അവർ പെട്ടെന്ന് അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിഷമിച്ച് ഇരുന്ന സമയത്ത് തന്നെ അതിലും മനോഹരമായ മറ്റൊരു ഭവനം ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ ദിവസം ചെന്നു. ഇത്രയും നല്ലൊരു ഭവനം ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തല്ലോ എന്ന് കണ്ട് സന്തോഷിക്കുവാനിടയായി. അവർക്ക് ദൈവം ഒരു വാഹനം ഒരുക്കി കൊടുത്തു. തോമസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പഠിച്ചു കഴിഞ്ഞു. ദൈവം അങ്ങനെ ഒരു വാഹനം അവർക്ക് ഒരുക്കി കൊടുത്തു. അതൊന്നും അവരെ ആഗ്രഹിച്ചതല്ല, ഇത് അങ്ങോട്ട് ദൈവം കൊടുത്തതാണ്. പ്രിയരെ, നമ്മുടെ വിഷയം ദൈവത്തിനറിയാം. നമ്മുടെ ആവശ്യം നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യം നിറവേറ്റാനുള്ള നടപടികൾ ദൈവം അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റ് അവർക്ക് ആ ലോണുകൾ മുഴുവൻ വീട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കുവാനുള്ള നന്മ ദൈവം ഒരുക്കി കൊടുത്തു. അതിൻ്റെ സ്ലിപ്പാണ് കാണിക്കുകയും ചെയ്തത്. കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്തതോർത്ത് കരമടിച്ച് യേശുവിന് ആരാധന അർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പുത്രന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമേറിയ സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടവരുത്തിയല്ലോ. ഇവർ അങ്ങയിൽ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഇവർക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ആമേൻ. ഇവർ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെച്ചിറങ്ങി അവർ ഓരോ ദൂതിലും മുറുകെ പിടിച്ച് വിശ്വസിച്ചു. എന്നാൽ ഇന്ന് ഇവിടെ നിന്ന് അത്ഭുതകരമേറിയ സാക്ഷ്യം പറയുവാൻ ദൈവം ഇവരെ ഒരുക്കിയതായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീരത്തക്ക നിലയിൽ ഒരു നന്മയുടെ വഴിയെ ദൈവം തുറന്നു കൊടുത്തതിന് ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. ആ നന്മ കൊടുത്ത വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഈ കുടുംബത്തെ ദൈവം
നടത്തണമേ. സഭയ്ക്കേറെ അനുഗ്രഹമായി മുന്നോട്ട് നീങ്ങുവാൻ, അനവധി ആളുകളെ നേടിയെടുക്കുവാൻ, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവം വരുത്തണമേ. ഈ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ബലമാകട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്നവർക്കെല്ലാം യേശു അത്ഭുതം ചെയ്യുന്നുവെന്ന് യേശുവിൽ വിശ്വസിക്കുവാനും കർത്താവിന്റെ വിടുതൽ സ്വീകരിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.